എല്ലാവർക്കും നമസ്കാരം. ഇവാസ് ആൻഡ് എഡിസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറവ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് തെരേസസ് ചർച്ച് എന്നാണെങ്കിലും പൊതുവെ അറിയപ്പെടുന്നത് കപ്പൽ പള്ളി എന്ന പേരിലാണ്. തൃശ്ശൂരിൽ നിന്ന് 12 കിലോമീറ്റർ വാടാനപ്പള്ളി കാഞ്ഞാണി റൂട്ടിൽ ഒളരി അരിമ്പൂര് കഴിഞ്ഞ് ഏറവ് എന്ന് വരുന്ന സ്ഥലത്താണ് ഈ കപ്പൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഒരു പള്ളി, അത് കപ്പലിൻ്റെ ഷേപ്പിലൊരു പള്ളി നമ്മൾ പൊതുവെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. വളരെ മനോഹരമാണ് ഈ പള്ളി. നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെ ഉള്ളിലും ഒരു കപ്പലിൻ്റേതായ മാതൃകയിൽ തന്നെയാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിത് നോക്കുമ്പോൾ ഈ കപ്പൽ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ചുറ്റും വെള്ളമുണ്ട്, അതിൽ മീനും ആമയൊക്കെ ഉണ്ട്. അതുപോലെ ഈ കപ്പൽ നങ്കൂരം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നങ്കൂരത്തിൻ്റെ ഒരു മോഡലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നങ്കൂരം ഇട്ട് നിൽക്കുന്ന ഒരു കപ്പലിൻ്റെ മോഡലിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഈ പള്ളി വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് പുറമെന്ന് കാണുന്ന പോലെ തന്നെ ഉള്ളിലും അതിമനോഹരം തന്നെ. അൾത്താരയിലാണെങ്കിൽ ആപ്പിൾ മരത്തിൻ്റെ ഒരു പ്രതീകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയുടെ അൾത്താരയുടെ 2 സൈഡിലായിട്ടാണ് രൂപങ്ങൾ, സെൻറ്റ് തെരേസസിൻ്റെ രൂപവും അതുപോലെ കർത്താവിൻ്റെ രൂപവും സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ പള്ളിയുടെ ഉള്ളിൽ കുറേ ചിത്രങ്ങൾ, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഓരോ സംഭവങ്ങൾ ഇങ്ങനെയുള്ളൊരു ശില്പരൂപത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മരത്തിൻ്റെ തൂണുകൾ മുകളിലൊക്കെ നമുക്ക് കപ്പലിൽ പോലെ നിൽക്കണ പോലെ തന്നെയുള്ള സ്ഥലങ്ങളും, അതുപോലെ ഒരു മരത്തിൻ്റെ തൂണുകളിലും ആ തൂണുമ്മ ചക്കയും ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കപ്പലിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടൊരു ചുറ്റുകോവണയുണ്ട്. ഈ പള്ളിയിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾക്കെല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെയും ഓരോ സംഭവങ്ങൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണിതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പള്ളിയുടെ സെമിത്തേരിയും വളരെ ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പള്ളിയുടെ റൈറ്റ് സൈഡിൽ കൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആണ് ഇതിൻ്റെ സെമിത്തേരി വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് സെമിത്തേരി. നമ്മൾ താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് സെമിത്തേരി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ സ്റ്റെപ്പുകൾ പോലെ തട്ടായിട്ടാണ് ഇവിടെ പടവുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന നേർച്ച അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുക്കുന്നത്, നേർച്ചയായിട്ട് കൊടുക്കുന്നത് റോസാപുഷ്പങ്ങളാണ്. അത് പലരും എടുത്തു വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ അത് അടുത്തൊരു പെരുന്നാളും ആഘോഷങ്ങളും വരുന്നത് വരെ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ചിലരത് എണ്ണ കാച്ചി അത് മുറിവുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് പുരട്ടുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ മെയ് 1 ഇവിടെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. ഔസേപ്പിതാവിൻ്റെ പേരിലാണ്, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പേരിലാണ് ഇവിടെ ഊട്ടുതിരുനാൾ നടത്തുന്നത്. ഇപ്പം ഞങ്ങൾ പള്ളി കാണാൻ ചെന്ന ദിവസം അവിടെ ഊട്ടുതിരുനാളായിരുന്നു. മെയ് 1 കപ്പലിൻ്റെ മുകൾ തട്ട് പോലെ തന്നെ അതേ രൂപത്തിൽ തന്നെയാണ് പള്ളിയുടെ മുകൾ ഭാഗവും ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായി ഈ പള്ളി സന്ദർശിക്കാനായിട്ട് അവസരം കിട്ടുന്നവരൊക്കെ വന്ന് കാണണം. വളരെ ഭംഗിയായിട്ടുണ്ട്. 1983 പണിതിട്ടുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ കാഴ്ച എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളിത് കാണുക. അതുപോലെ തന്നെ അവസരം കിട്ടുമ്പോൾ നേരിട്ട് വന്ന് കാണുക.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.